നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് ഡിസംബർ 17 ചൊവ്വ 2024 വാർത്തകളിലേക്ക്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ലൈംഗിക കുറ്റകൃത്യം നടത്തുന്നവരുടെ ലൈംഗികശേഷി രാസമരുന്നുകൾ ഉപയോഗിച്ച് ഇല്ലാതാക്കുന്ന കെമിക്കൽ കാസ്ട്രേഷൻ നടപ്പാക്കണമെന്ന് സുപ്രീം കോടതിയിൽ ഹർജി. സ്ത്രീകൾ, കുട്ടികൾ, ട്രാൻസ്ജെൻഡറുകൾ എന്നിവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ പെരുകുന്നത് തടയാൻ ഇതടക്കം വിവിധ മാർഗങ്ങൾ അവലംബിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിലെ വനിതാ അഭിഭാഷക അസോസിയേഷൻ നൽകിയ ഹർജിയിൽ കേന്ദ്ര സർക്കാരിനും സംസ്ഥാനങ്ങൾക്കും സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴയിൽ യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നു. കണാച്ചേരി സ്വദേശി എൽദോസാണ് മരിച്ചത്. കുട്ടമ്പുഴ കണാച്ചേരിയിൽ ഇന്നലെ വൈകിട്ടാണ് സംഭവം. ജോലി കഴിഞ്ഞ് നാട്ടിൽ ബസ്സിറങ്ങിയ ശേഷം നടന്നു പോകുമ്പോഴാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. എൽദോസിനൊപ്പം ഉണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. പിന്നീട് ആനയുടെ ചവിട്ടേറ്റ് മരിച്ച നിലയിൽ യുവാവിന്റെ മൃതദേഹം റോഡരികിൽ കണ്ടെത്തുകയായിരുന്നു. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാൻ അനുവദിക്കാതെ നാട്ടുകാർ 7 മണിക്കൂറോളം പ്രതിഷേധിച്ചു. ജനവാസ മേഖലയിൽ വന്യമൃഗ ശല്യം രൂക്ഷമാണെന്നും ഫെൻസിംഗ് സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കുട്ടമ്പുഴയിൽ കാട്ടാനാക്രമണത്തിൽ മരിച്ച എൽദോസിന്റെ മൃതദേഹം സംഭവസ്ഥലത്ത് നിന്ന് നീക്കി. ചർച്ചയിൽ കളക്ടർ നൽകിയ ഉറപ്പുകളെ തുടർന്നാണ് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാൻ നാട്ടുകാർ അനുവദിച്ചത്. പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം കുടുംബത്തിന് വിട്ടുനൽകും. കോതമംഗലം താലൂക്ക് ആശുപത്രിയിലേക്കാണ് മൃതദേഹം മാറ്റിയത്. 100 വീടുകൾ നിർമ്മിക്കാൻ സഹായ വാഗ്ദാനം ചെയ്ത് കർണാടക സർക്കാരിന് നന്ദി പറഞ്ഞു കേരളം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേരളത്തിൽ നൽകിയ സഹായ വാഗ്ദാനത്തിന് മറുപടി ലഭിച്ചെന്ന് ചൂണ്ടിക്കാട്ടി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അയച്ച കത്തിന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട് പുനരധിവാസത്തിന് വിശദ പദ്ധതികൾ തയ്യാറാക്കുകയാണെന്നും സഹായങ്ങൾ തുടരണമെന്നും അദ്ദേഹം അറിയിച്ചു. കർണാടകയുടെ സഹായ വാഗ്ദാനത്തിന് മുഖം തിരിച്ച് എന്ന ആശയം തെറ്റാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അത് ദുഷ്ടലാക്കോടെ ഉള്ളതാണെന്നും പ്രതികരിച്ചു. 100 വീടുകൾ നിർമ്മിച്ചു നൽകാമെന്നായിരുന്നു കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ വാഗ്ദാനം. ഗതാഗത നിയമ ലംഘനങ്ങൾക്കെതിരെ കർശന നടപടിയുമായി പോലീസും മോട്ടോർ വാഹന വകുപ്പും അമിതവേഗം മദ്യപിച്ചുള്ള ഡ്രൈവിംഗ്, ഹെൽമറ്റും സീറ്റ് ബെൽറ്റും ധരിക്കാതെയുള്ള യാത്ര എന്നിവയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ 175 കോടി രൂപയുടെ അധിക ഗ്യാരണ്ടി അനുവദിക്കാൻ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചത് ധാരാളം വനിതകൾക്ക് സഹായകരമാകുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ദേശീയ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനിൽ നിന്ന് വായ്പ സ്വീകരിക്കാനാണ് ഈ ഗ്യാരണ്ടി അധികമായി അനുവദിച്ചിരിക്കുന്നത്. ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ജനറലാണ് അന്വേഷണ ചുമതല. 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടുവെന്നും വീഴ്ചകൾ തിരുത്തി മുന്നോട്ട് പോകണമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. MS സൊല്യൂഷനെതിരെ കടുത്ത ഭാഷയിൽ വിമർശിച്ച മന്ത്രി അധ്യാപകരുടെ സ്വകാര്യ ട്യൂഷനടക്കം അന്വേഷിക്കുമെന്നും പറഞ്ഞു. കോഴിക്കോട് പന്തിരാങ്കുൽ വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം. വൈദ്യുതനിരക്ക് കൂട്ടിയിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. ഉളവണ്ട മണ്ഡലം പ്രസിഡന്റ് NV റാഷിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പ്രവേശിച്ച 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആന എഴുന്നള്ളിപ്പ് നിയന്ത്രണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ദേവസ്വങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചു. തൃശൂർ, പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങളാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ദേവസ്വങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. വയനാട് ദുരന്തം സർക്കാരിന്റെ കണക്കുകൾ തെറ്റെന്ന് സംസ്ഥാനത്തെ ആം ആദ്മി പാർട്ടി. 14 കുട്ടികൾ അനാഥരായി എന്നാണ് സർക്കാർ കണക്ക്. പക്ഷേ 21 കുട്ടികളാണ് അനാഥരായിരിക്കുന്നതാണ് പാർട്ടി കണ്ടെത്തിയെന്നും ആം ആദ്മി വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. കണ്ണൂരിൽ ചികിത്സയുള്ള ഒരാൾക്ക് മങ്കി പോക്സ് സ്ഥിരീകരിച്ചു. അബുദാബിയിൽ നിന്നെത്തിയ വയനാട് സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇയാൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതേസമയം ദുബൈയിൽ നിന്നെത്തിയ മറ്റൊരാൾക്കും സമാന രോഗലക്ഷണമുണ്ട്. ഇയാളുടെ രക്തസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. ഭാര്യയെ തീവെച്ച് കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യം നേടിയ മുങ്ങിയ പ്രതിയെ 14 വർഷത്തിനു പോലീസ് പിടികൂടി. പത്തനംതിട്ട കോയിപ്പുറം പോലീസാണ് പിടികൂടിയത്. കടമാങ്കുഴി സ്വദേശി സിന്ധു കൊല്ലപ്പെട്ട കേസിൽ ഭർത്താവ് രാജീവാണ് പിടിയിലായത്. ശബരിമല സന്നിധാനത്തെ മേൽപ്പാലത്ത് നിന്ന് താഴേക്ക് ചാടി അയ്യപ്പഭക്തൻ മരിച്ചു. കർണാടക രാംനഗർ സ്വദേശി കുമാരസ്വാമിയാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു പ്രായം. ഇന്നലെ വൈകിട്ട് സന്നിധാനത്ത് മാളികപ്പുറത്തേക്കുള്ള ഫ്ലൈ ഓവറിൽ നിന്നാണ് അയ്യപ്പഭക്തനായ ഇദ്ദേഹം താഴേക്ക് ചാടിയത്. മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണ് എന്ന് സംശയമുണ്ട്. കൊല്ലത്ത് ഓഷനറിയോ മറൈൻ ബയോളജിക്കൽ മ്യൂസിയം സ്ഥാപിക്കുന്ന പദ്ധതിക്കായി ധാരണാപത്രത്തിൽ ഒപ്പിട്ടു. കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷനാണ് പദ്ധതി നടത്തിപ്പിന്റെ നോഡൽ ഏജൻസി. സമുദ്ര ജൈവ വൈവിധ്യങ്ങളുടെ സംരക്ഷണം, അത് സംബന്ധിച്ച് ശാസ്ത്രീയ പഠനങ്ങളുടെ പ്രോത്സാഹനം, പരിസ്ഥിതി സംരക്ഷണം, ടൂറിസം വികസനം, സാംസ്കാരിക പാരമ്പര്യ സംരക്ഷണം, പൊതുജന പങ്കാളിത്തം എന്നീ പ്രധാന മേഖലകളെ കേന്ദ്രീകരിച്ചായിരുന്നു പദ്ധതിയുടെ രൂപകൽപ്പന. ആദിവാസി സ്ത്രീയുടെ മൃതദേഹം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസ് കിട്ടാതെ വന്നതിൽ പ്രതിഷേധം. ആംബുലൻസ് കിട്ടാതെ മൃതദേഹം ഓട്ടോറിക്ഷയിലാണ് കൊണ്ടുപോയത്. വയനാട് എടവക പള്ളിക്കൽ കോളനിയിലെ ചുണ്ടമ്മയുടെ മൃതദേഹമാണ് ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയത്. ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ അറിയിച്ചിട്ടും മൃതദേഹം കൊണ്ടുപോകാൻ ആംബുലൻസ് വിട്ടു നൽകിയില്ലെന്നാണ് പരാതി. സംഭവത്തിൽ വീഴ്ചയുണ്ടെന്ന് ആരോപിച്ച് ട്രൈബൽ പ്രൊമോട്ടറെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഡിസംബർ 3 ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ച് വ്യാജ കളക്ടർ പിടിയിൽ. മലപ്പുറം ജില്ലാ കളക്ടറുടെ പേരിൽ വ്യാജ സന്ദേശം സമൂഹ മാധ്യമങ്ങളെ പ്രചരിപ്പിച്ച 17-കാരനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തിരുനാവായ വൈരങ്കോട് സ്വദേശിയാണ്.
മലപ്പുറം അരീക്കോട് സ്പെഷ്യൽ ഓപ്പറേഷൻ പോലീസിലെ ക്യാമ്പിലെ ഗ്രൂപ്പ് കമാൻഡർ ജീവനൊടുക്കിയ സംഭവത്തിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നിയമവും നീതിയും നടപ്പാക്കേണ്ട പോലീസ് സേനയിൽ ആത്മഹത്യ നിത്യസംഭവമായി മാറിയിരിക്കുകയാണെന്നും ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. CAC മുൻ ജനറൽ സെക്രട്ടറിയും ഹക്കീം ഫൈസിക്ക് മതരാഷ്ട്രവാദമുണ്ടെന്ന് സമസ്ത കേന്ദ്ര മുസാബറ അംഗം സലാം ബാക്കവി നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് ആരോപണം ഉന്നയിച്ചത്. ഹക്കീം ഫൈസിയുടെ പ്രസംഗങ്ങൾ അങ്ങനെയാണെന്നും CACയുടെ പ്രവർത്തനങ്ങളെ സ്വതന്ത്രമാക്കാൻ ശ്രമമുണ്ടായെന്നും ബാക്കവി കുറ്റപ്പെടുത്തി. കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന P. മാധവൻ നമ്പൂതിരി അന്തരിച്ചു. 71 വയസ്സായിരുന്നു. വീട്ടിൽ കുഴഞ്ഞു വീണ തുടർന്ന് ദില്ലി എയിംസിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ ഒല്ലൂർ പട്ടത്തുമനയ്ക്കൽ കുടുംബാംഗമാണ്. 45 കൊല്ലമായി ഗാന്ധി കുടുംബത്തോടൊപ്പം പ്രവർത്തിക്കുകയായിരുന്നു. ദില്ലി താമസിച്ചു വരുന്നതിനിടെയാണ് മരണം സംഭവിക്കുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വീണ്ടും ലഹരിവേട്ട. പൊതുവിപണിയിൽ 4.25 കോടി രൂപ വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയത്. ബാങ്കോക്കിൽ നിന്നെത്തിയ മലപ്പുറം സ്വദേശി ആമൽ ആസാദിനെയാണ് കഞ്ചാവുമായി കസ്റ്റംസ് പിടികൂടിയത്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തെക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ടെന്നും കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രകൃതിക്കായി ജീവിച്ച പത്മശ്രീ പുരസ്കാരം നേടിയ തുളസി ഗൌഡ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു അന്ത്യം. ഉത്തര കന്നഡയിലെ ഹൊന്നല്ലി സ്വദേശി ആണ് തുളസി ഗൌഡ. പ്രതീക്ഷിച്ച മന്ത്രിസ്ഥാനം കിട്ടായിരുന്ന ഷിൻഡെ വിഭാഗം ശിവസേന 5 വർഷത്തെ കാലയളവ് വിഭജിച്ച് കൂടുതൽ പേർക്ക് അവസരം നൽകാൻ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ. പാലസ്തീൻ എന്നെഴുതിയ ബാഗ് ധരിച്ച് പാർലമെന്റെത്തിയ വയനാട് MP പ്രിയങ്ക ഗാന്ധി. പാലസ്തീൻ ഐക്യദാർഢ്യ സന്ദേശവുമായി എത്തിയ പ്രിയങ്കയ്ക്കെതിരെ BJPയിൽ നിന്ന് രൂക്ഷമായി എതിർപ്പുയർന്നു. മാസങ്ങളായി ഗാസയിലെ ഇസ്രായേൽ സൈന്യത്തിന്റെ നടപടികൾക്കെതിരെ ശബ്ദമുയർത്തി വരികയായിരുന്നു പ്രിയങ്ക ഗാന്ധി. യാചകരെ നിരത്തുകളിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കാൻ കടുത്ത നടപടി സ്വീകരിക്കാനൊരുങ്ങി രാജ്യത്തെ ഏറ്റവും ശുചിത്വമുള്ള നഗരമായ ഇൻഡോർ. യാചകർക്ക് പണം നൽകുന്നതിനെതിരെ കേസെടുക്കാനാണ് നീക്കം. ജനുവരി 1 മുതൽ ഇത്തരത്തിൽ കേസെടുത്ത് തുടങ്ങുമെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. ബംഗ്ലാദേശ് വിജയ ദിവസ് ആഘോഷിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം. ഈ സംബന്ധിച്ച് സംസാരിക്കെ പ്രിയങ്ക ഗാന്ധി MP മയക്കു ഓഫ് ചെയ്തത് വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചു. പാക് സൈന്യം കീഴടങ്ങുന്ന ചിത്രം പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് നീക്കം ചെയ്തതായി ചൂണ്ടിക്കാട്ടി പ്രിയങ്ക ഗാന്ധി ഇത് യുദ്ധത്തിൽ മരിച്ച സൈനികരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും ചൂണ്ടിക്കാട്ടി. ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെ രാജ്യസഭയിൽ കടുത്ത വാക്പോര്. ധനമന്ത്രി നിർമ്മലാ സീതാരാമനും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമാണ് ഏറ്റുമുട്ടിയത്. 2014-15 മുതൽ 2021-24 വരെയുള്ള സാമ്പത്തിക വർഷം ഇന്ത്യ വാണിജ്യ ബാങ്കുകൾ 12.3 ലക്ഷം കോടി രൂപയുടെ വായ്പ എഴുതിത്തള്ളി. ജോർജിയയിൽ 11 ഇന്ത്യക്കാരടക്കം 12 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഗുദൌരിയിലെ ഇന്ത്യൻ ഹോട്ടലിലെ ജീവനക്കാരാണ് മരിച്ചത്. തബസിലിലെ ഇന്ത്യൻ എംബസിയാണ് ഇക്കാര്യം അറിയിച്ചത്. വിഷബാധം ശോധിച്ചാണ് മരണമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മരണകാരണം സംബന്ധിച്ച് അന്വേഷിച്ച് വരികയാണെന്നും ഇന്ത്യൻ എംബസി അറിയിച്ചു. മരിച്ചതിൽ ഒരാൾ ജോർജിയൻ പൗരനെന്നാണ് വിവരം. UAEയിലെ കൊർഫഖാനുണ്ടായ ബസ് അപകടത്തിൽ 9 മരണം. ബസ്സിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ട് നിയന്ത്രണം തെറ്റിയ ബസ് മറിയുകയായിരുന്നു. രാജസ്ഥാൻ സ്വദേശികൾ ഉൾപ്പെടെയുള്ളവരാണ് അപകടത്തിൽപ്പെട്ടത്. ശ്രീലങ്കയുടെ മണ്ണ് ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് ആവർത്തിച്ച് പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ദിസനായകയുടെ പ്രതികരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ശ്രീലങ്കയ്ക്ക് ക്ഷണിച്ചതായും ശ്രീലങ്കൻ പ്രസിഡന്റ് അറിയിച്ചു. സിറിയയിലെ സർക്കാരിനെ വീഴ്ത്തി വിമതർ ഭരണം പിടിച്ചതിന് പിന്നാലെ വിഷയത്തിൽ ആദ്യ പ്രധാനമായി പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് ബാഷർ അൽ അസദ് സിറിയ വിടാൻ ആഗ്രഹിച്ചിരുന്നതും വിമതരോട് പോരാടാൻ തന്നെയായിരുന്നു തീരുമാനമെന്ന് അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ വ്യക്തമാക്കി. ഫ്രഞ്ച് അധീനതയുള്ള മയോട്ട ദ്വീപിനെ നിലംപരിശാക്കി 220 കിലോമീറ്റർ വേഗതയിൽ ആഞ്ഞടിച്ച ചുഡോ ചുഴലിക്കാറ്റ്. നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ ഭീകരമായ ചുഴലിക്കാറ്റെന്ന് വിലയിരുത്തപ്പെടുന്ന ചുഡോ ചുഴലിക്കാറ്റിൽ 100 കണക്കിന് ആൾക്കാർ മരിച്ചതായി ഫ്രഞ്ച് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ് കേരള ബ്ലാസ്റ്റേഴ്സ് മുഖ്യ പരിശീലന സ്ഥാനത്ത് നിന്ന് മിക്കേൽ സ്റ്റോറയെ പുറത്താക്കി. സീസൽ ടീമിന്റെ ദയനീയ പ്രകടനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ക്ലബിന്റെ നടപടി. സഹപരിശീലനയും പുറത്താക്കിയിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് ക്ലബ്ബ് ഇക്കാര്യം അറിയിച്ചത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ രാജ്യത്തെ വാണിജ്യ ബാങ്കുകൾ എഴുതിത്തള്ളിയത് 12.3 ലക്ഷം കോടി രൂപയുടെ വായ്പകൾ. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.